അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുഅ്മിനീങ്ങളെ, ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ പ്രിയപ്പെട്ട മകനായ അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹുവിനെ ഒരാൾ വിളിക്കുകയാണ്, യാ ഖൈറന്നാസ് ഔ ഇബ്ന ഖൈറന്നാസ്, ഓ ജനങ്ങളിൽ വെച്ച് ഏറ്റവും ബഹുമാനമുള്ള ആളെ. കാരണം അത്രമാത്രം ബഹുമാനപ്പെട്ടവർക്കുണ്ട്. കേവലം ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ മകൻ എന്ന രീതിയിൽ മാത്രമല്ല, വലിയ സ്ഥാനങ്ങളൊക്കെ ബഹുമാനപ്പെട്ടവർക്കുണ്ട്. ആ രീതിയിൽ ഒരാളെ ബഹുമാനപ്പെട്ടവർ വിളിക്കാണ്, യാ ഖൈറന്നാസ്, ഓ ജനങ്ങൾ വെച്ച് വലിയ ഖൈറുള്ളവരെ, അല്ലെങ്കിൽ ഖൈറന്നാസ് പെട്ട ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ മകനെ എന്ന് മദ്ഹക്കിക്കൊണ്ട് ബഹുമാനപ്പെട്ട ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനെ ഒരാൾ വിളിച്ചപ്പോൾ ബഹുമാനപ്പെട്ടവരുടെ പ്രതികരണം എന്തായിരുന്നു എന്നത് കേൾക്കാനാണ് ഈ സംഭവം ഓർമ്മപ്പെടുത്തിയത്. കാരണം ചിലപ്പോഴൊക്കെ നമ്മളൊന്നും ഉണ്ടാവില്ല, എന്നിട്ടും നമ്മളാരെങ്കിലും ചെറിയ നിലക്കൊന്ന് മദ്ഹ് ചെയ്താൽ, ചെറിയ നിലക്കൊന്ന് പുകഴ്ത്തി പറഞ്ഞാൽ നാം എവിടേക്കോ എത്തിപ്പോവുകയാണ്. അതോടുകൂടെ നമ്മൾ ചിന്തിച്ചു പോവുകയാണ്, എനിക്ക് വലിയ സ്ഥാനമുണ്ട് എന്ന്. അവിടെയാണ് ഇത്തരത്തിലുള്ള സന്ദർഭങ്ങൾ, ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തേണ്ടത്. ഇങ്ങനെ ഒരാൾ ബഹുമാനപ്പെട്ടവരെ വിളിച്ചപ്പോൾ ബഹുമാനപ്പെട്ടവർ പറഞ്ഞത്, മാ അന ബി ഖൈറിന്നാസ്, നിങ്ങളാ വിളിച്ചത് ശരിയായില്ല, ഞാനൊന്നും ജനങ്ങളിൽ വെച്ച് ഏറ്റവും ഖൈറായവനൊന്നുമല്ല, എന്നെക്കാൾ എത്രയോ ഖൈറായവർ ഇവിടെയുണ്ട്, നിങ്ങൾ എന്തിനാണ് എന്നെ അങ്ങനെ വിളിക്കുന്നത്? വലാ ഇബ്ന ഖൈറന്നാസ്, ഖൈറന്നാസിൻ്റെ മകനുമല്ല ഞാൻ. എന്നിട്ട് പറയാണ്, വലാകിന്നി അബ്ദുൻ മിൻ ഇബാദില്ലാഹ്, ഞാൻ അല്ലാഹുവിൻ്റെ അടിമകളിൽ നിന്നുള്ള ഒരു അടിമ മാത്രമാണ്. എനിക്ക് നാളെ ആഖിറത്തിൽ അല്ലാഹുവിൻ്റെ മുമ്പിൽ എത്തുമ്പോൾ ഞാൻ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ മകനാണെന്നുള്ളൊരു സ്ഥാനമൊന്നും എനിക്ക് കിട്ടില്ല. എനിക്ക് കിട്ടുന്നത് ഞാൻ ചെയ്തത് മാത്രമേ, എനിക്ക് കിട്ടുന്നത് നിങ്ങളാരും ബഹുമാനിച്ചതോ ഇത്തരത്തിലുള്ള പറച്ചിലുകളൊന്നുമല്ല. എനിക്ക് സ്ഥാനം കിട്ടുന്നത് എല്ലാവരും ഒരുപോലെയാണ്. അല്ലാഹുവിൻ്റെ അടുക്കലുള്ള അടിമകൾ ആരാണോ അല്ലാഹുവിലേക്ക് ഭയപ്പെടുന്നത് അവൻ വിജയിച്ചു. എന്നെ അല്ലാഹു പൊരുത്തപ്പെട്ടിട്ടില്ലെങ്കിൽ എൻ്റെ കാര്യം പോക്കാണ് എന്ന് ബഹുമാനപ്പെട്ടവർ പറയാണ്. എന്നിട്ട് പറയുന്നു, അർജുല്ലാഹ വ അഖാഫുഹു, ഞാൻ വല്ലാത്ത അല്ലാഹുവിനെ പേടിക്കുന്ന, അല്ലാഹു എന്നെ എന്തു ചെയ്യുമെന്നുള്ള ഭയത്തിലാണ്, പേടിയിലാണ് ഞാനുള്ളത്. നിങ്ങളൊക്കെ പറയുന്നത് പോലെ വലിയ ധൈര്യത്തിലൊന്നുമല്ല. എൻ്റെ കാര്യത്തിനെക്കുറിച്ച് എനിക്ക് വല്ലാത്ത ഭയമാണ്. എൻ്റെ രഹസ്യ ജീവിതം, എൻ്റെ ജീവിതത്തിനെക്കുറിച്ച് എനിക്കല്ലേ അറിയുള്ളൂ. ബഹുമാനപ്പെട്ടവർ അവിടുത്തെ തായ്മയാണ് പറയുന്നത്. ഇവിടെയെല്ലാം ചിന്തിക്കേണ്ടത് നമ്മളെക്കുറിച്ചാണ്. വല്ലാഹി ലൻ തസ്നലു ബിർറജുലി ഹത്താ തഹ്ലുകുഹു, നിങ്ങൾ ഒരാളെ ഇങ്ങനെ മദ്ഹ് പറഞ്ഞ് അയാളെ നശിപ്പിക്കല്ലേ. നിങ്ങളിങ്ങനെ മദ്ഹ് പറഞ്ഞതുകൊണ്ട് എൻ്റെ കൽബിലൊരു കിബ്റോ അഹങ്കാരം വന്നാൽ അത് വല്ലാത്ത നാശമാണല്ലോ എനിക്കുണ്ടാകുക. എനിക്കതുകൊണ്ടൊന്നും ഉപകാരം കിട്ടുകയില്ലല്ലോ. അതുകൊണ്ട് എന്നെ ഒരിക്കലും അങ്ങനൊരു മദ്ഹ് പറയലോ ചെയ്യലോ നിങ്ങൾ ചെയ്യരുത് എന്ന് ആ പറഞ്ഞ ആളോട് ബഹുമാനപ്പെട്ടവർ പറയണം. ഇതിലൂടെ നമുക്ക് വലിയ പാഠങ്ങളാണ്, വലിയ വിഷയമാണ് ബഹുമാനപ്പെട്ടവർ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. കാരണം അല്ലാഹുവിൻ്റെ അടുക്കൽ വിജയിക്കണമെങ്കിൽ മനുഷ്യന്മാർ നമ്മെ മദ്ഹ് പറഞ്ഞതിനെ വിലയിരുത്തി ഒന്നുമല്ല. നമ്മുടെ രഹസ്യ ജീവിതം, നമ്മുടെ പരസ്യ ജീവിതം എല്ലാം അല്ലാഹു പൊരുത്തപ്പെട്ടതായിട്ടുണ്ടെങ്കിൽ മാത്രമേ അല്ലാഹുവിൻ്റെ അടുക്കൽ വിജയിക്കാൻ കഴിയുകയുള്ളൂ എന്ന വലിയൊരു സന്ദേശമാണ് ബഹുമാനപ്പെട്ട ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നമ്മെ പഠിപ്പിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വലിയ പേടി നമ്മളെ കൽബിൽ അല്ലാഹു നൽകി നമ്മെയും അവൻ അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.